കാഞ്ഞിരമുക്ക് പാടശേഖരത്ത് മുണ്ടകൻ കൃഷിയുടെ കൊയ്ത്ത് തുടങ്ങി. 125 ഏക്കറിലാണ് കൃഷി ചെയ്തത്. മടത്തിത്തോട് VCBയുടെ ഉപയോഗം കൊണ്ട് പുളിവെള്ളം തടഞ്ഞത് കാരണം ഇത്തവണ 25 ഏക്കർ കൂടുതൽ കൃഷിയിറക്കാൻ കഴിഞ്ഞു. മൂപ്പ് കൂടിയ പൊന്മണി വിത്താണ് ഉപയോഗിച്ചത്. ഇത്തവണ നല്ല വിളവ് ലഭിച്ചതായി കർഷകർ പറഞ്ഞു. അടുത്ത ദിവസങ്ങളിൽ വേനൽ മഴ പെയ്യരുത് എന്ന പ്രാർത്ഥനയിലാണ് കർഷകർ. ഇപ്രാവശ്യം പൊന്മണി വിത്താണ് ഉപയോഗിച്ചിരുന്നത്. ഞങ്ങൾക്ക് ഇപ്രാവശ്യം കുഴപ്പമില്ലാത്ത വിളവ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കൊയ്ത്ത് തുടങ്ങിയിട്ടുണ്ട്. 2 കൊയ്ത്തുയന്ത്രം ഏൽപ്പിച്ചിട്ട് 2 കൊയ്ത്തുയന്ത്രം 2 ഭാഗത്തായിട്ട് കൊയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു 10 ദിവസത്തിനുള്ളിൽ കൊയ്ത്ത് കഴിയും. ഞങ്ങൾ സപ്ലൈകോനാണ് നെല്ല് കൊടുക്കുന്നത്. അവർ സപ്ലൈകോൻ്റെ ഏജന്റിനായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർ അടുത്ത ദിവസം തന്നെ നെല്ല് ശേഖരിക്കാൻ ഇവിടെ എത്തുന്നതാണ്. അതുപോലെ തന്നെ എല്ലാവിധ സഹായങ്ങളും സർക്കാരിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇറിഗേഷൻ്റെ ജലസേചനം ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത്. ഞങ്ങൾ കുറച്ച് വഴുകിയാണ് ചെയ്യാറ് ഉണ്ടാകും കൃഷി. അങ്ങനെ വഴുകി ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പുഞ്ചര വിളവ് കിട്ടും. പിന്നെ വെള്ളത്തിൻ്റെ പ്രശ്നം മഴയില്ലെങ്കിലും ഞങ്ങൾക്ക് ഇറിഗേഷൻ കനാൽ മുഖാന്തരം വെള്ളം കിട്ടുന്നതുകൊണ്ട് ഒരു ജനുവരി 30 വരെ ഞങ്ങൾക്ക് ആ വെള്ളം പമ്പ് ചെയ്യും. ഇറിഗേഷൻ കനാലിൽ നിന്നും വെള്ളം എടുത്താണ് കൃഷി ചെയ്തത്. അതുകാരണം ജലക്ഷാമം ഉണ്ടായില്ലെന്ന് കർഷകർ പറഞ്ഞു. സപ്ലൈകോ അടുത്ത ദിവസം നെൽ ശേഖരിക്കാനെത്തും. പാടശേഖര സമിതി സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, പ്രസിഡന്റ് ഗോപിനാഥൻ എണ്ണാഴിയിൽ, ട്രഷറർ മരക്കാർ, മറ്റ് ഭാരവാഹികളും കർഷകരും സംബന്ധിച്ചു. NCV ന്യൂസ് മാർജരി. പുതുമയാർന്ന ഡിസൈനുകളിൽ ഡയമണ്ട് കളക്ഷനുകൾ, വിവാഹ പാർട്ടികൾക്ക് നേടാൻ സ്പെഷ്യൽ പാക്കേജുകൾ. സ്വാഗതം പുതുമയാർന്നൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസിന്. കേരള ഗോൾഡൻ ഡയമണ്ട്സ്, ദ ഫാമിലി ജ്വല്ലർ, മെയിൻ റോഡ്, വടക്കേക്കാട്.